അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കമല ഹാരിസ് പ്രസിഡന്റായാൽ വൈറ്റ് ഹൗസിൽ മുഴുവൻ കറിയുടെ നാറ്റം പരക്കുമെന്നാണ് ലോറ ലൂമർ എന്നൊരു കക്ഷി പറഞ്ഞിരിക്കുന്നത്. അവർ ട്രംപിൻ്റെ വലിയ അനുയായിയാണ്. 31 വയസ്സേ ഉള്ളൂ. ട്രംപിൻ്റെ കൂടെ അവിടെ ഇവിടെ സെപ്റ്റംബർ 11 പരിപാടിക്ക്, അനുസ്മരണ പരിപാടിക്കൊക്കെ അവരെ കാണുകയുണ്ടായി. എന്തായാലും ഇങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്തിയതിന് അവർക്കെതിരെ ശക്തമായ വിമർശനം വന്നു. ഈ ട്രംപ് തന്നെ പറഞ്ഞു അത് അവരൊരു ഫ്രീ സ്പിരിറ്റാണ്, അവർ നമ്മുടെ ഒരു സപ്പോർട്ടറാണ്. പക്ഷെ അവർ ഈ പറഞ്ഞതിനോട് അനുകൂലിക്കുന്നില്ല. ഇനി ട്രംപിൻ്റെ ഏറ്റവും വലിയ അനുയായി മാർജോറി ടൈലർ ഗ്രീൻ, പിന്നെ കോൺഗ്രസ് അംഗം, അവർ പോലും ഇതിനെ അപലപിച്ചു. അതിഭയങ്കരമായ വർഗീയവാദമാണ് ഇവർ ഈ പറഞ്ഞത് എന്ന്. എന്തായാലും ഇത്തരം വർഗീയവാദങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും കറിയുടെ മണത്തെപ്പറ്റി പറഞ്ഞപ്പം ഈ പറയുന്നതിൽ കുറച്ചൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇവരോട് എനിക്കൊരു വിരോധത്തെക്കാൾ ഉപരി ഈ നമ്മുടെ ഇന്ത്യക്കാരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വാതിൽ തുറക്കുമ്പോൾ തന്നെ കറിയുടെ മണമാണ് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. അല്ലേ? എന്തോ ഒരു അവലക്ഷണം പിടിച്ചൊരു മണം. കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മീൻകറി, ഇറച്ചിക്കറി, അല്ലെങ്കിൽ പിന്നെ പച്ചക്കറികൾ, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പം ഈ മണം ഇങ്ങോട്ട് അടിച്ചു കയറുക, വാസ്തവം പറഞ്ഞാൽ അതൊരു അരോചകവും ഒരു അനിഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊക്കെ കഴിയുന്നത്ര ഈ വീട് പിന്നെ തുറന്നിടാനായിട്ട് നോക്കും. ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം, വീടെല്ലാം അടച്ചുപൂട്ടിയ വീടുകളാണ്, AC ഉള്ള വീടുകളാണ്. ഈ മണം എല്ലായിടത്തും അങ്ങ് പരക്കും. ഈ മണം എല്ലായിടത്തും പരക്കുമ്പോഴത്തെ സ്ഥിതി എന്താ? നമ്മുടെ വസ്ത്രത്തിലും അവിടെ ഇവിടെയെല്ലാം ഈ മണം പറ്റിപ്പിടിച്ചിരിക്കും. ഒടുവിൽ നമ്മൾ ഓഫീസിലോ അല്ലെ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ ഈ ഷർട്ടും പിന്നെ പാനും ഒക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പം ഇതിൻ്റെ മണമായിരിക്കും കുമുകുമാന്ന് ഇങ്ങോട്ട് വരുന്നത്. ആളുകൾ മൂക്ക് പൊത്തുന്ന ആളുകൾക്ക് അരോചകമായിട്ട് പിന്നെ അനിഷ്ടം കാണിക്കുന്ന രീതിയിൽ പലരും ഈ ഇന്ത്യക്കാർ പിന്നെ ജോലിക്ക് ചെല്ലുമ്പോൾ അവരിയ്ക്കുന്നിടത്ത് മണമാണെന്നും പറഞ്ഞ് അവരെ മാറ്റണമെന്നും പറഞ്ഞുള്ള കംപ്ലയിൻറ്റ്സ് പലപ്പോഴും പിന്നെ കേൾക്കാറുണ്ട്. പിന്നെ അതിനെതിരെ കേസും പുക്കാറും ഒക്കെ പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തുണി, ഈ കറി വെച്ചിട്ട് അതിൻ്റെ മണം വീടാകെ പരക്കുന്നു. അത് വസ്ത്രത്തിലും എല്ലാം പറ്റുന്നു. അത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഇവിടുത്തുകാർ ഈ ഇന്ത്യക്കാരെയൊക്കെ ഓടുള്ള ഈ ഇമിഗ്രൻസിനോട് പ്രത്യേകിച്ചുമുള്ള ഒരു അമർഷം അവരുടെ ഇതാണ്. ഈ വേർപ്പ് നാറും, അതുപോലെ തന്നെ നാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ വസ്ത്രത്തിലെല്ലാം കറിയുടെ നാറ്റം, മറ്റേ മറിച്ച്. അപ്പോൾ ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, കുവൈറ്റ് എയർലൈൻസ് ആണെന്ന് തോന്നുന്നു, വിമാനം കയറാനായിട്ട് നമ്മൾ ആ ഇടനാഴിയിൽ കൂടി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എല്ലാവരും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ കാര്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ നാറ്റം, അസഹനീയമായ ഒരു നാറ്റമാണ് ഈ വസ്ത്രത്തിലെല്ലാം പിടിച്ചിരിക്കുന്ന നാറ്റം അവിടെ. പിന്നെ കാരണം അതിൻ്റെ അകത്തധികം പിന്നെ വായു സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ ആ നാറ്റം, അപ്പോൾ ഇത് നമ്മൾ ഈ ഇമിഗ്രൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി. ഇവരിപ്പം വർഗീയപരമായിട്ട് പറഞ്ഞാൽ കൂടി നമ്മുടെ എല്ലാം നാട്ടിലെ പോലുള്ള വായു സഞ്ചാരമില്ല. ഇതെല്ലാം അടച്ചുപൂട്ടിയ വീടുകളാണ്, AC ഉള്ള വീടുകളാണ്. AC അല്ല, ഹീറ്റിങ്. അപ്പം അടച്ചുപൂട്ടി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ മീൻ വറക്കുകയോ ഒക്കെ ചെയ്താണെങ്കിൽ ആ മണമെല്ലാം കൂടിയാണ് പിന്നെ ഇങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് വാതിൽ തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടിൽ ആ പ്രശ്നമില്ല, കാരണം വായു സഞ്ചാരമുണ്ട് വീടിന്. ആ ഏതുതരം കറി വെച്ചാലും അതിൻ്റെ മണം അവിടെ തങ്ങി പിന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നില്ല. എന്നല്ല, ആ മണം ശ്വസിക്കാനൊരു സുഖമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ അമേരിക്കയിലാകുമ്പോൾ അതിനൊരു അരോചകത്വം, പിന്നെ വല്ലാത്ത അരോചകത്വം വരികയും ചെയ്യുന്നു. അപ്പം വാതിൽ തുറക്കുമ്പം, ഇന്ത്യക്കാരുടെ വാതിൽ തുറക്കുമ്പം പിന്നെ ഒന്ന് നോക്കിക്കൊടുക്കുക, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ലൂമർ വർഗീയത കൊണ്ട് പറഞ്ഞതാണെങ്കിലും ഇതിൽ കുറച്ച് കാര്യമുണ്ടെന്നുള്ളതാണ് സത്യം. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെ. അതോടൊപ്പം തന്നെ ഈ ട്രംപ് ക്യാമ്പയിൻ പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വർഗീയ പരാമർശങ്ങൾ, ഈ പിന്നെ ഒഹായോയിൽ പിന്നെ ഹെയ്ത്തിയിൽ നിന്ന് വന്നവർ, അവർ മറ്റു പിന്നെ വളർത്തുമൃഗങ്ങളെ, പട്ടിയും പൂച്ചയൊക്കെ പിടിച്ച് തിന്നുന്നു, അല്ലെങ്കിൽ പിടിച്ച് തിന്നുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശം. പിന്നെ ഏതോ ഒരു സ്ത്രീ ഒരു പരാമർശം പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അതായത് അവരുടെ അയൽക്കാരൻ്റെ ഒരു പൂച്ചയെ മറ്റോ ആരോ തല്ലിക്കൊന്നു. അപ്പോൾ ആ തല്ലിക്കൊന്നു അവിടെ കെട്ടിത്തൂക്കി. ആ കെട്ടിത്തൂക്കിയതൊരു ഹെയ്ത്തിക്കാരൻ്റെ വീടാണ്. അവിടെയാണ് പിന്നെ കെട്ടിത്തൂക്കിയതല്ല, ഹെയ്ത്തിക്കാർ താമസിക്കുന്നിടത്താണ്. ഇത്രയുമാണ് അവർ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം അത് ഒഹായോയിലെ സ്പ്രിംഗ്ഫീൽഡ്, പിന്നെ ആ സ്ഥലത്ത് നിന്ന് അത്രയേ ഉള്ളൂ. പക്ഷേ അത് പലരും പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി JD വാൻസ് ഏറ്റുപിടിച്ചു. അവിടെ പിന്നെ ഈ ഹെയ്ത്തിയിൽ നിന്ന് വന്ന ഈ അനധികൃത കുടിയേറ്റക്കാർ ഇങ്ങനെ വളർത്തുമൃഗങ്ങളെയെല്ലാം ഉപദ്രവിക്കുന്നു, അല്ല പിടിച്ചുകൊണ്ടുപോയി തിന്നുന്നു, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നു എന്നും പറഞ്ഞുള്ള പരാമർശം വന്നു. അത് കമലാ ഹാരിസും ട്രംപും തമ്മിലുള്ള ആ ഡിബേറ്റിൽ ട്രംപ് ആ കാര്യം ഉന്നയിച്ചു, അത് എടുത്തു പറഞ്ഞു. അപ്പോഴത്തേക്ക്
ABC-ക്കാർ അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തു. അന്നേരം തന്നെ അവർ പറഞ്ഞു അവിടുത്തെ മേയർ പറയുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ABC ട്രംപിനെതിരായിട്ടും പിന്നെ കമലാ ഹാരിസിന് അനുകൂലമായിട്ടും പ്രവർത്തിച്ചെന്നാണ് പിന്നീട് ട്രംപ് ആരോപിച്ചത് അതിൻ്റെ പേരിൽ. എന്തായാലും അങ്ങനെ ഒരു സംഭവമില്ല. അതേസമയം തന്നെ ഈ ഹെയ്ത്തിക്കാരെ എല്ലാം അവിടുന്ന് അടിച്ചോടിക്കുമെന്ന്, പ്രസിഡന്റ് ആയാൽ അവിടുന്ന് എല്ലാം ഒഴിവാക്കും, അവിടുന്ന് പുറത്താക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അനധികൃത കുടിയേറ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് പൊതുവിൽ ശരിയായ ഒരു കാര്യമല്ല. ഇതിപ്പോൾ നമ്മളെപ്പറ്റി പറഞ്ഞത് കറിയുടെ കാര്യമാണ് പറഞ്ഞത്, ഹെയ്ത്തിക്കാരെ പറ്റി പറഞ്ഞത് വളർത്തുമൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇപ്പം തന്നെ നമുക്കറിയാം അമേരിക്ക നമ്മളെല്ലാം വിചാരിക്കും മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന്. അതായത് ഈ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളെല്ലാം കൂടെ വന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു മെൽറ്റ് ചെയ്ത് പിന്നെ ഒന്നായിട്ട് മാറിപ്പോകുന്നത്. അങ്ങനെയെല്ലാം നമുക്കറിയാം. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ചൊല്ല് തന്നെയുണ്ട്. ഇവിടെ പിന്നെ അമേരിക്കയിൽ നമ്മൾ ബ്രിട്ടീഷുകാരനെ കാണും, ഇന്ത്യക്കാരനെ കാണും, പിന്നെ ഐറിഷുകാരനെ കാണും, ചൈനക്കാരനെ കാണും, അമേരിക്കക്കാരനെ മാത്രം കാണുകയില്ല. അതാരാണ് ഈ അമേരിക്കക്കാരൻ? അമേരിക്കയിൽ എല്ലാവരും പറയുന്ന അവരുടെ പാരമ്പര്യം, അവരുടെ പിന്നെ പഴയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കക്കാരൻ മാത്രമില്ല, ഓരോ സ്ഥലത്തു നിന്ന് വന്നവർ. ആ രീതിയിൽ ഈ കരയിലെ കഷണങ്ങളായിട്ടാണ് ഇവിടെ ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ മെൽറ്റിംഗ് പോയിന്റ് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഇവിടെ വരുന്ന ഇന്ത്യക്കാരായിട്ട് തന്നെ ജീവിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ 2 or 3 തലമുറയൊക്കെ കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുമായിരിക്കാം. അന്യോന്യം വിവാഹമൊക്കെ കഴിച്ച് കുറേ മാറ്റങ്ങൾ അങ്ങനെ വരുന്നുണ്ട് എന്നല്ലാതെ പിന്നെ ഈ മെൽറ്റ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്നാകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം പിന്നെ സാമ്പാറിലെ കഷ്ണങ്ങൾ പോലെ വ്യത്യസ്തമായിട്ട് തന്നെ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയുണ്ട്. അങ്ങനെ പിന്നെ വംശീയപരമായിട്ടുള്ള ആ ഭിന്നതകൾ എക്കാലവും നിലനിൽക്കും. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ആ മനുഷ്യൻ്റെ മനസ്സിൽ ആ ഭിന്നതയും വെറുപ്പും ഉണ്ടാവും. അത് പിന്നെ നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. എല്ലാ ഇമിഗ്രൻസിനെയും ബാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വെള്ളക്കാരല്ലാത്തവരെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. അത് പിന്നെ ഖേദകരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായൊരു കാര്യവുമാണ് താൻ. അതിനെ എന്തായാലും നമുക്ക് ശക്തമായിട്ട് അപലപിക്കേണ്ടതുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.